ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലോകൈക സാമ്രാജ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണല്ലോ. അതിൽ മൂന്നാമത്തതാണ് ഗ്രീസ് സാമ്രാജ്യം. ദാനിയേൽ 2 ആ ബിംബം വയറും അരയും ആയിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അത് താമ്രം കൊണ്ടായിരുന്നു എന്ന് കാണുമ്പോൾ ദാനിയേൽ 7 മൂന്നാം മൃഗം പുള്ളിപ്പുലിക്ക് സാദൃശ്യമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ 8-ാം അധ്യായത്തിൽ കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവഭൂതലത്തിലും കൂടി വന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് മാസിഡോണിയയിലെ രാജാവായിരുന്ന ഫിലിപ്പിന്റെ പുത്രൻ അലക്സാണ്ടർ അന്ന് അറിയപ്പെട്ട ഭൂഭാഗങ്ങളെ എല്ലാം പിടിച്ചടക്കി യൂറോപ്പിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ കീഴടക്കി പിന്നീട് ആഫ്രിക്കയുടെ വടക്കൻ രാജ്യങ്ങൾ ജയിച്ചടക്കി തുടർന്ന് ഗ്രീസിലേക്ക് മടങ്ങിയെത്തിയിട്ട് താന് കിഴക്കോട്ട് വന്ന് ഏഷ്യയിലെ രാജ്യങ്ങളെയും പിടിച്ചടക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ BC 330 ഗ്രീസ് സാമ്രാജ്യം സ്ഥാപിതമാകുകയും മേത്യ പാർസ്യ സാമ്രാജ്യം നാമാവിശേഷമാകുകയും ചെയ്തതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ പിന്നെയും കിഴക്കോട്ട് യാത്ര ചെയ്ത് രാജ്യങ്ങളെ ജയിച്ചടക്കി ഇന്ത്യ വരെ വന്നതും ഇന്ത്യയിൽ സിന്ധു നദി കടന്ന് പോറസ് അഥവാ പൂര് രാജാവിനെ ജയിച്ചടക്കിയതുമായ കാര്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ദാനിയേൽ 8:5 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ദാനിയേൽ കണ്ട കോലാട്ടുകൊറ്റന്റെ ദർശനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും നമുക്ക് കാണാം. അതിപ്രകാരമാണ്: 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ. അത് പാർസി രാജാക്കന്മാരെ കുറിക്കുകയാണ്. പരുപരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവിനെയും അതിൻ്റെ കണ്ണുകളുടെ നടുവിലുള്ള ആ വലിയ കൊമ്പ് 1-ാമത്തെ രാജാവുമാകുന്നു എന്നാണ് ദാനിയേലിന്റെ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. മഹാബിംബത്തെ കുറിച്ചുള്ള ദർശനത്തിൽ ഈ സാമ്രാജ്യം താമ്രം കൊണ്ട് കാണിക്കപ്പെട്ടു. അലക്സാണ്ടറുടെ സൈന്യങ്ങളുടെ പടച്ചട്ടകളും ആയുധങ്ങളും താമ്രം കൊണ്ടായിരുന്നു എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതും ഇത്തരണത്തിൽ ആവശ്യമാണ്. 3-ാം സാമ്രാജ്യമായ ഗ്രീസിനെ കുറിച്ച് അത് പുള്ളിപ്പുലിക്ക് സാദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു എന്ന് ദാനിയേൽ കണ്ട ദർശനത്തിൽ അതിൻ്റെ 7:6 വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രീസ് സാമ്രാജ്യത്തിലെ സൈന്യങ്ങളുടെ അതിശീഘ്രത്തിലുള്ള യുദ്ധ പുരോഗതിയെ കുറിച്ച് ഇത് വെളിപ്പെടുത്തുന്നതാണ്. ഇതേ കാര്യം തന്നെയാണ് ദാനിയേൽ 8-ാം അധ്യായത്തിൽ കോലാട്ടുകൊറ്റനെ കുറിച്ച് നിലം തൊടാതെ സർവഭൂതലത്തിലും കൂടി വന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നതും ഇതേ കാര്യമാണ്. കൂടാതെ പുള്ളിപ്പുലിയെ കുറിച്ച് മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു എന്ന് 7:6 നമുക്ക് കാണാം. കോലാട്ടുകൊറ്റനെ കുറിച്ച് അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. അതിനു പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു എന്നാണ് ദാനിയേൽ 8:8 നാം കാണുന്നത്. അതിൻ്റെ വ്യാഖ്യാനം 8:21-22 നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തകർന്ന ശേഷം അതിനു പകരം 4 കൊമ്പ് മുളച്ചതോ 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും, അതിൻ്റെ ശക്തിയോടെ അതിൻ്റെ അല്ലതാനും എന്നോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്: വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും, അവൻ വലിയ അധികാരത്തോടെ വന്ന് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലക്സാണ്ടർ ഇന്ത്യയിൽ വന്ന് അവൻ കീഴടക്കി, തിരിച്ച് ഈ രാജ്യങ്ങളെയെല്ലാം കീഴടക്കി ബാബിലോണിൽ അവൻ മടങ്ങിച്ചെന്ന്, ബാബേലിൽ അവൻ മടങ്ങിച്ചെന്ന് മദ്യപിച്ച് മതോന്മത്തനായിട്ട് അവൻ്റെ സ്വിമ്മിംഗ് പൂളിൽ അവൻ നീന്തി കുളിക്കുകയും അവന്
പിന്നത്തേതിൽ ജ്വരം വന്ന് അവന്റെ അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കേവലം 20-ാമത്തെ വയസ്സിൽ ആരംഭിച്ച് 12 വർഷം കൊണ്ട് ഈ സാമ്രാജ്യങ്ങളെയെല്ലാം കീഴടക്കിയ അലക്സാണ്ടറിന്റെ അഥവാ ഗ്രീസിന്റെ ആ ചക്രവർത്തിയായ അലക്സാണ്ടറിന്റെ അന്ത്യം അതായിരുന്നു. അലക്സാണ്ടറിന്റെ മരണശേഷം ഇവിടെ പറഞ്ഞ പ്രവചന പ്രകാരം അവന്റെ രാജ്യം 4 സൈന്യാധിപന്മാര് വീതിച്ചെടുക്കുന്നതും അങ്ങനെ ഗ്രീസിന്റെ ഭരണകൂടത്തിന്റെ അന്ത്യവുമാണ് നമുക്ക് പ്രവചന വെളിച്ചത്തിൽ ഈ വാക്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ബാബേൽ സാമ്രാജ്യം, മേദ്യ സാമ്രാജ്യം, മേദ്യ പാർസ്യ, അതേപോലെ ഗ്രീസ് സാമ്രാജ്യങ്ങളെല്ലാം ഭൂപരപ്പിൽ നിന്ന് തുടയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രവചനങ്ങളുടെ ആ നിറവേറൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ രാജ്യം എത്രയും വേഗം സ്ഥാപിതമാകുവാൻ പോകുന്നു. തുടർന്ന് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. നിന്റേതല്ലേ ആകാശത്തോളം കാരുണ്യമേകുവാൻ എന്നുള്ളിൽ വന്നിടണേ. കരയുന്ന നേരത്തും മനമുരുകും നേരത്തും നീ എൻ്റെ കൂടെയില്ലേ.